ഹലോ. കഴിഞ്ഞ ദിവസം എസ്.എം പോയിട്ട് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് നോക്കാം. ആദ്യം തന്നെ വുഡൻ ട്രേസ് ആണ് കേട്ടോ വാങ്ങിയത്. ഇതൊരു ഹാൻഡിൽ വരുന്ന ടൈപ്പാണ്. വുഡൻ ട്രേ തന്നെയാണ്. ഇത് സ്വീറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു ഹാൻഡിൽ ഇല്ലാത്ത ഒരു വുഡൻ ട്രേ. പിന്നെ ഇത് ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് അക്രിലിക്കിൻ്റെ ഒരു കവർ ടൈപ്പ് ഓഫ് സംഭവം വാങ്ങിയതാണ്. ഇത് അക്രിലിക് ആണ്. ഇതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് പറിച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സാധനമാണ്. പിന്നെ വന്നിട്ടുള്ള ഈ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് വരുന്ന വുഡൻ ട്രേ ആണ്. പിന്നെ നോർമൽ ഒരു ഹാൻഡിൽ വന്നിട്ടുള്ള ട്രേ. പിന്നെ ഒരു ഗോൾഡൻ ബോക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് സാധാ ഒരു ഹാൻഡിൽ വരുന്ന വുഡൻ ട്രേ. പിന്നെ ഇത് ഈ ടൈപ്പ് ഓഫ് വുഡൻ ട്രേ ആണ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആണ്. ഇതെല്ലാം ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങിയത്. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് എത്ര ഹാമ്പേഴ്സ് വേണോ അതിനനുസരിച്ച് നമ്മൾ എഴുതിയിട്ട് കൊണ്ടുപോയാൽ മതി. നമ്മളൊന്ന് ജസ്റ്റ് ഒരു നോട്ട് എഴുതിയിട്ട് കൊണ്ടുപോവുക, എന്നിട്ട് അത് സെറ്റ് ചെയ്താൽ മതി. പിന്നെ സ്വീറ്റ്സ് വാങ്ങി. ഇതൊരു കിറ്റ്കാറ്റിൻ്റെ ഫുൾ ഇതാണ്. പിന്നെ ഗോഫ്രഷിൻ്റെ ഒരു ഫുൾ ബോക്സ്. പിന്നെ ഫെറാറോ റോഷർ. പിന്നെ 4-5 ടോബ്ലറോണ്. പിന്നെ അല്ലാത്ത കുറച്ച് സ്വീറ്റ്സൊക്കെ ഇവരിങ്ങനെ വേറെ ബോക്സിലാക്കി തന്നതാണ്. ഇതിൽ ക്രിസ്പലോ ആണ്. ഇതിലിതാ സ്നിക്കേഴ്സും അതുപോലെ സിൽക്കും ആണ്. പിന്നെ കുറച്ച് സാധാ ഉണ്ടമിഠായി വാങ്ങിയിട്ടുണ്ട്. ഇതിൽ സഫാരി അതുപോലെ ബോണ്ടിയും ആണുള്ളത്. ഇതിൽ സ്നിക്കേഴ്സ്. പിന്നെ ഇതിൽ ഗോൾഡൻ ബോൾ കൈൻഡ് ഓഫ് മിഠായില്ലേ അത്. അപ്പം ഇത്രയൊക്കെയാണ് സ്വീറ്റ്സ് ആയിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ 1-2 ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഉണ്ട്. അത് വലിയ മറ്റേ കവറിലാണ്. ഇനി നെക്സ്റ്റ് കവറിൽ എന്താ നോക്കാം. ഇത് ഫ്ലവർ ബൊക്കെ ചെയ്യുന്ന ഹാൻഡിലാണ്. പിന്നെ ഫ്ലവർ ബൊക്കേക്കും അല്ലാതെ ഡെക്കറേഷനും വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് റെഡും വൈറ്റും. ഇത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് എക്സ്ട്രാ വരുന്നതാണിത്. പിന്നെ ഇത് ബൊക്കേൻ്റെ റാപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ്. പിന്നെ ഇത് ഗ്ലൂ ഡ്രോപ്സ്. ഇത് വാൾനട്ടും അതുപോലെ അത്തിപ്പഴവുമാണ്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള വൈറ്റ് നെറ്റാണ്. പിന്നെ ഇതിൽ ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിബണ്, അതേപോലെ വൈറ്റ് റിബണ്, ടൂത്ത് പിക്ക്. പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ ടോപ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കുറച്ചധികം തന്നെ ഡബിൾ സ്റ്റാപ്പ് ഉണ്ട്. ഇത് ക്ലിയർ സ്റ്റാപ്പാണ്. പിന്നെ ഇതൊരു നെറ്റാണ്, സീക്വൻസ് വരുന്ന ടൈപ്പ് ഓഫ് നെറ്റ്. ഇത് ജസ്റ്റ് എൻഗേജ്ഡിൻ്റെ ഒരു കട്ടൗട്ട്, അതുപോലെ ഗ്ലൂ സ്റ്റിക്കും ആണ് വാങ്ങിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു വലിയ കവറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ടവർ ഹാമ്പർ ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ
തെർമോക്കോൾ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ഒരു ഹാമ്പർ ബോക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ഇതൊരു വുഡൻ ഹാമ്പർ ആണ്. ഒരു ഹാൻഡിലൊക്കെ വരുന്ന ടൈപ്പ്. പിന്നെ ഇത് വന്നിട്ട് ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹാമ്പർ ബോക്സ് ആണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഇത് ആക്ച്വലി എങ്ങനെയാ ഫിറ്റ് ചെയ്യുക കൊടുക്കാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ ഹാൻഡിൽ ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് മറ്റേ ഭാഗം ടക്കിങ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്. ഇതും ഒരു ഡ്രസ് ഹാമ്പർ ആണ്. ഇങ്ങനെ ഈ ഒരു ക്ലിയർ ടൈപ്പ് ഡ്രസ് ഹാമ്പർ ആണ്. നമുക്ക് ആക്ച്വലി എത്ര ഡ്രസ്സാണ് കൊടുക്കാനുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇത് നട്ട്സിൻ്റെ ട്രേ ആണ്. അങ്ങനത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെഡ് റോസും വൈറ്റ് റോസും കൂടി വാങ്ങിയ ഒരു ബോക്സ് ആക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവറിലുള്ളത്. പിന്നെ എക്സ്ട്രാ ഒരു ക്ലീൻ റാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ഇന്ന് രാവിലെ പോയി വാങ്ങിയിട്ടുള്ള ഫ്രഷ് ഫ്ലവർ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.